വെളുപ്പിനെ 5 മണിയായി കഴിഞ്ഞപ്പോൾ ഓരോ ഓട്ടം പോകാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇന്ന് ടോട്ടൽ 3 ഓട്ടമാണ് കേട്ടോ പോയത്. ഞാൻ ഏതൊക്കെ വണ്ടി കൊണ്ടാണ് പോയതെന്നും എങ്ങോട്ടൊക്കെയാണ് പോയതെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. സമയം ഇപ്പം അങ്ങനെ രാവിലെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരുങ്ങി റെഡി ആയിട്ട് ഇപ്പോൾ ദാണ്ട് ആദ്യത്തെ വണ്ടി എടുക്കാൻ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ഓട്ടം പോകുന്നത് ഇതാ ഈ കാണുന്ന ഓട്ടോയും കൊണ്ടാണ് കേട്ടോ. ഇതൊരു വീട്ടിലെ വണ്ടിയാണ്. അവിടെ ഇപ്പോൾ ഓടിക്കാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എന്നെ വിളിച്ചത്. അവർക്കൊരു ടൂർ പോകാനായിട്ടാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മണിമല സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നാണ് കേട്ടോ അവരുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവരെയും കൊണ്ട് വിട്ടിട്ട് ഇനി ഈ വണ്ടി കൊണ്ടിട്ടിട്ട് വേണം എനിക്ക് അടുത്ത ഓട്ടം പോകാനായിട്ട്. ആ ഓട്ടോ കൊണ്ടുവന്നിട്ട് അങ്ങനെ അവരുടെ വീട്ടിലിട്ടിട്ട് അടുത്ത ഓട്ടം പോകാനായിട്ട് എത്തിയതാണ്. ഇനിയും പോകുന്നത് ഈ ഒരു സ്വിഫ്റ്റും കൊണ്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ വണ്ടി എടുക്കുമ്പോൾ കറക്റ്റ് സമയം 6:34 ഈ ഓട്ടം പോകുന്നത് റാന്നി ഹോസ്പിറ്റലിലോട്ടാണ്. വണ്ടി അങ്ങനെ തണുപ്പുള്ളൊരിടത്ത് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ഞാനും മുകളിലേക്ക് കയറിപ്പോയി. ഈ ഇരിക്കുന്നവരെല്ലാം ഡയാലിസിസ് ചെയ്യാനായിട്ട് വന്നവരാണേ. കുറച്ച് പ്രായമുള്ള ഒരാളായതുകൊണ്ടും കാലിന് കുറച്ച് വയ്യാഴിക ഉള്ളതുകൊണ്ടും കൂടെ ഹെൽപ്പിന് ഒരാളും കൂടെ ഉണ്ട്. പുള്ളിയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ട് വീൽ ചെയറെ കയറ്റി ഇരുത്താനും തള്ളിക്കൊണ്ട് പോകാനും എൻ്റെ വക ചെറിയൊരു കൈസഹായം കൂടെ. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് വന്നപ്പോഴാണ് എൻ്റെ അടുത്തോട്ട് ഒരാൾ വന്നത്. കഴിഞ്ഞ പ്രാവശ്യമേ ഓട്ടം പോയപ്പോൾ കണ്ടതാണ് ഒരു 4-5 നല്ല പട്ടിക്കുഞ്ഞുങ്ങളെ. ഈ പ്രാവശ്യം പോയപ്പോൾ ആകെ 2 കണ്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും ഓരോരുത്തരെ കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇവിടെ എന്തായാലും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരിച്ചു പോകുന്നത് ഏകദേശം ഒരു 12 മണിയെങ്കിലും ആകുമ്പോഴാണ്. അങ്ങനെ കുറേ സമയം കൂടെ വണ്ടിക്കകത്തിരുന്ന് നോക്കുമ്പം സമയം 9 മണി കഴിഞ്ഞു. നല്ല വിശപ്പായി തുടങ്ങി. എന്നാൽ പിന്നെ താഴെയുള്ള ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അപ്പവും ഇടിയപ്പവും ആയിരുന്നു. ഞാനങ്ങനെ അപ്പവും മേടിച്ച് കടലക്കറിയും മേടിച്ച് അങ്ങനെ അതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വണ്ടി കയറി ചെന്നപ്പോഴാണ് നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടെ അവിടെ വന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അച്ഛനെയും കൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നീട് ഞങ്ങൾ 3 പേരും കൂടെ വണ്ടിക്കകത്തിരുന്ന് കുറേ സമയം സംസാരിച്ചു. വർത്താനം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവരെ ഇറക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നേരെ മേളിലേക്ക് കയറിപ്പോയി. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരനെ തിരിച്ച് വണ്ടിക്കകത്ത് കയറ്റി. ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. അങ്ങനെ ഇപ്പോൾ അവരെയും കൊണ്ടൊന്ന് വീട്ടിൽ വിട്ട് വണ്ടി കൊണ്ടൊന്ന് പോർച്ചിൽ വിട്ടു. അങ്ങനെ ഇപ്പോൾ എൻ്റെ 2ാമത്തെ ഓട്ടവും കഴിഞ്ഞു. അതും അങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പം 3ാമത്തെ ഓട്ടം പോകാൻ വന്നേക്കുവാണ്. ഇനിയും പോകുന്നത് ഈ ഒരു ബൊലേറോയും കൊണ്ടാണേ. ഇതൊന്നും ആണെങ്കിൽ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത ഓട്ടങ്ങളല്ല. എല്ലാം ഇന്നത്തെ ദിവസം പലപ്പോഴായിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഇപ്പോൾ സമയത്തെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഓട്ടങ്ങളെല്ലാം പോകാൻ പറ്റി. ഇങ്ങനെ ഓട്ടം പോകുന്നതുകൊണ്ട് തന്നെ ഓടിച്ചിട്ടുള്ളതും ഓടിച്ചിട്ടില്ലാത്തതുമായ പല പല വണ്ടികൾ മാറി മാറി ഓടിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ കിട്ടി. ബൊലേറോ എടുത്തിട്ട് വന്നിട്ട് അതൊരു വീട്ടിലിട്ടിട്ട് അവിടെ നിന്ന് ഈ ആൾട്ടോ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ബാക്കി ദൂരം വന്നത്. അത് ഈ കാണുന്ന സർവീസ് സഹകരണ ബാങ്കിലോട്ട്. അവിടുത്തെ പരിപാടികളും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇനി നേരെ വീട്ടിലോട്ട്. പോയത് 3 ഓട്ടോ ആണെങ്കിലും ഓടിച്ചത് മൊത്തം 4 വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.